ഈ പരീക്ഷ അതായത് 9 ജൂണിൽ നടക്കാൻ പോകുന്ന പരീക്ഷ ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ആയിരിക്കും. ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊള്ളുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ഈ 9 ജൂണിലുള്ള എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. 9-ാം തീയതി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു ഡിപ്ലോമ ലെവൽ എക്സാമും 10-ാം തീയതി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു ITA ലെവൽ എക്സാമും ആണ്. 6 പോസ്റ്റുകൾക്ക് വേണ്ടി, അതായത് electrical helper, electrical line helper, electrician in universities in Kerala, electrician in Kerala Water Authority, animal husbandry, lineman in PWD. ഈ 6 തസ്തികകളിലേക്ക് ഒരു കോമൺ ടെസ്റ്റ് 10 ജൂണിൽ, അതായത് ഈ എക്സാമിന്റെ തൊട്ടടുത്ത ദിവസം ഇത്രയും പരീക്ഷകൾ എല്ലാം ജൂണിൽ തന്നെ, അതും ജൂൺ 9, 10 തന്നെ എന്ത് ചെയ്യാണ് PSC നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് എന്തായിരിക്കും, എക്സാം നേരത്തെ നടക്കും, റിസൾട്ട് നേരത്തെ വരും, അതിനനുസരിച്ച് അപ്പോയിന്റ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ എക്സാം ഉറ്റുനോക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കൂടി വരികയാണ്, ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 80+ മാർക്ക് നിങ്ങളൊരു ITA ലെവൽ ഡിപ്ലോമ ലെവൽ എക്സാമിന് എയിം ചെയ്യുക. ഡിപ്ലോമ ലെവൽ എക്സാമിന് അത്രയും പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ ITA ലെവൽ എക്സാമിന് 80+ സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. കേരള PSC ജൂൺ 2026 നടത്താൻ പോകുന്ന എക്സാംസിന്റെ കലണ്ടർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാന പരീക്ഷകളാണ് ജൂൺ മാസത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഓൾറെഡി തന്നെ കേരള PSC നമ്മളുടെ എക്സാം ഷെഡ്യൂൾ ജനുവരിയിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ പറഞ്ഞിരുന്നത് ഈ എക്സാംസ് നടക്കാൻ പോകുന്ന ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലായിരിക്കും. എന്നാൽ ആ പറഞ്ഞിട്ടുള്ളതിൽ ആദ്യത്തെ മാസം തന്നെ കേരള PSC എക്സാം നടത്തുകയാണ്. കേരള PSC സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റ് ആയിട്ടും പ്രോംപ്റ്റ് ആയിട്ടും നടത്തുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും നന്നായിട്ട് പഠിക്കുക, നേരത്തെ കൂട്ടി പഠിക്കുക, എക്സാം ഡിലേ ആവും എന്നൊന്നും വിചാരിക്കരുത്. കാരണം ഇപ്പോൾ റിസൾട്ട്സ് എല്ലാം പെട്ടെന്ന് വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് PSCയുടെ കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആണ്. നിങ്ങളും അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് ചിന്തിക്കുക, ഫാസ്റ്റ് ആയിട്ട് പഠിക്കുക, ഫാസ്റ്റ് ആയിട്ട് റിവിഷൻ നടത്തുക. നമുക്ക് ജൂൺ മാസത്തിൽ ഏതൊക്കെ എക്സാംസ് ആണെന്നൊന്ന് പെട്ടെന്ന് നോക്കിയാലോ. നോക്കുക, കാറ്റഗറി നമ്പർ 497/2025 545/2025 എന്നുള്ള കാറ്റഗറി നമ്പേഴ്സിലുള്ള 2 തസ്തികകൾ, അതായത് 2 പോസ്റ്റിലേക്കുള്ള എക്സാം കമ്പൈൻഡ് ആയിട്ട് ഒരു കോമൺ ടെസ്റ്റ് ആയിട്ട് 9 ജൂൺ 2026 ട്യൂസ്ഡേ നടത്താൻ കേരള PSC കറണ്ടിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് 9 ജൂണിൽ നടത്തുകയാണ്. ഈ 2 പോസ്റ്റുകൾക്കുമായിട്ടുള്ള ഒരു കോമൺ ടെസ്റ്റ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഈ 2 പോസ്റ്റുകളും ഒരു ഡിപ്ലോമ ലെവൽ മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളാണ്. ശ്രദ്ധിക്കുക, ഇതിൽ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ITA വിത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ ഈ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഈ പരീക്ഷ അതായത് 9 ജൂണിൽ നടക്കാൻ പോകുന്ന പരീക്ഷ ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ആയിരിക്കും. ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊള്ളുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ഈ 9 ജൂണിലുള്ള എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അത് ഒരു കാര്യം. ഇനി രണ്ടാമത്, 6 പോസ്റ്റുകൾക്ക് വേണ്ടി, അതായത് electrical helper, electrical line helper, electrician in universities in Kerala, electrician in Kerala Water Authority, animal husbandry, lineman in PWD. ഈ 6 തസ്തികകളിലേക്ക് ഒരു കോമൺ ടെസ്റ്റ് 10 ജൂണിൽ, അതായത് ഈ എക്സാമിന്റെ തൊട്ടടുത്ത ദിവസം 10 ജൂണിൽ കേരള PSC എന്ത് ചെയ്തൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ ITA ആയതുകൊണ്ട് തന്നെ ഇതൊരു ITA ലെവൽ എക്സാം ആവാനാണ് സാധ്യത. അപ്പോൾ 9-ാം തീയതി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു ഡിപ്ലോമ ലെവൽ എക്സാമും 10-ാം തീയതി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു ITA ലെവൽ എക്സാമും ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ ഈ 3 എക്സാംസ് അല്ലെങ്കിൽ ഇത്രയും പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്, കാരണം ഇതിൽ തന്നെ പല പോസ്റ്റുകളും പല ഇലക്ട്രീഷ്യൻ തസ്തികകളും എന്താണ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഉള്ള കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ നന്നായിട്ടൊരു ഒറ്റ തവണ പഠിക്കുകയാണെങ്കിൽ ഈ എക്സാംസിനെന്ന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന KW ഓപ്പറേറ്റർ ആയിക്കോട്ടെ, ഇനി നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ എക്സാംസിനും കൂടിയുള്ള ഒരു പ്രിപ്പറേഷന്റെ ഒരു ഫസ്റ്റ് ഫേസ് നിങ്ങൾക്ക് ഇവിടെ തീർക്കാം. ഇതിൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ലേറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കാരണം ഈ പ്രിപ്പറേഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന മറ്റ് എക്സാംസിനും. ഇനി ഓപ്പറേറ്റർ ആണ് നിങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ ആണ് നിങ്ങളുടെ ലക്ഷ്യം, ഇതൊക്കെ ഈ എക്സാംസിന് എല്ലാത്തിൻ്റെയും ഒരു മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഈ പ്രിപ്പറേഷൻ കരുതാം. എക്സാമിന് നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുന്ന പോലെ, ഫാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന പോലെ നമ്മൾ വെറുതെ ഇരുന്നാൽ പഠിക്കില്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞു, ജൂൺ 9, ജൂൺ 10, അതിനുവേണ്ടി ഏറ്റവും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ
കയറിക്കൂടാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് കയറിക്കൂടാൻ പറ്റിക്കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ ഡ്രീം ജോബ് വേറെ ഇനി വരാൻ പോകുന്ന ജോലികളാണെങ്കിലും പോസ്റ്റുകളാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് പഠിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ മതി. അതായിരിക്കണം നിങ്ങളുടെ പ്ലാൻ. ഓൾറെഡി തന്നെ നമ്മൾ IT ലെവലിന്റെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, അല്ലെ ഓപ്പറേറ്റർ മുമ്പോട്ടൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഇയർ എന്ന് പറയുന്നത് ഈ വർഷം 10+ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അല്ലെങ്കിൽ ഈ ഡിപ്ലോമ IT ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുക, 3 എക്സാംസ് നമ്മൾ അന്ന് കഴിഞ്ഞ ഇതിൽ ഷെഡ്യൂളിൽ പറഞ്ഞിരുന്നു, അല്ലെ, നോ യുവർ എക്സാംസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ തന്നെ നിങ്ങൾ നോക്കിയേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നടത്താൻ തീരുമാനിച്ചിരുന്ന ഇത്രയും പരീക്ഷകൾ എല്ലാം ജൂണിൽ തന്നെ, അതും ജൂൺ 9, 10 തന്നെ എന്ത് ചെയ്യാണ് PSC നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് എന്തായിരിക്കും, എക്സാം നേരത്തെ നടക്കും, റിസൾട്ട് നേരത്തെ വരും, അതിനനുസരിച്ച് അപ്പോയിന്റ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ എക്സാം ഉറ്റുനോക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കൂടി വരികയാണ്, ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി അടുത്ത എന്താണ്, നമ്മുടെ ഓപ്പറേറ്റർ എക്സാം ഉണ്ട്, അതും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഓഗസ്റ്റ്, ഒക്ടോബർ ആണ്. ഈ PSC ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണെങ്കിൽ മിക്കവാറും എക്സാം ഓഗസ്റ്റിൽ തന്നെ വരും. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക എത്ര ദിവസമുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ, എത്ര ദിവസമുണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ, എത്ര ദിവസമുണ്ട് സിലബസ് കവർ ചെയ്യാൻ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്, ഇതിലൊക്കെ ഉള്ള സിലബസ് ഏറെക്കുറെ കോമൺ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഏറ്റവും ഒരു രത്നചുരുക്കം എന്ന് പറയുന്നത് എന്താണ്, ഈ 9-ാം തീയതി എന്നുള്ളത് ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 10-ാം തീയതി എന്ന് പറയുന്ന ഒരു IT ലെവൽ എക്സാം ആണ്, ആ ലെവലിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. എങ്കിൽ നിങ്ങൾ ഇത് കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാംസിനെല്ലാം കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മളിത് എന്താണ്, നമുക്കിനി എത്ര ദിവസമുണ്ട്, എന്ത് പ്രിപ്പയർ ചെയ്യണം, ഇനി ഈ എക്സാംസിന് എത്ര മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സേഫ് മാർക്കാണെന്ന് പറയാം, നമുക്ക് അപ്പോയിന്റ്മെന്റ് ഉറപ്പിക്കാം, ഫസ്റ്റ് അഡ്വൈസിന് അപ്പോയിന്റ്മെന്റ് ഉറപ്പിക്കാം, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സിലബസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞുള്ള സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന് ഏത് ലെവൽ വരെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ടെസ്റ്റ് സീരീസും ഒക്കെ നിങ്ങൾ എഴുതിയിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന എക്സാംസിന് നിങ്ങളുടെ മാക്സിമം മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും എക്സാംസ് ഓൾറെഡി കഴിഞ്ഞു. ഇനി അടുത്ത വരാൻ പോകുന്ന ആരാണ്, KW ഓപ്പറേറ്റർ ആണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ KW ഓപ്പറേറ്ററിന്റെ ഒരു 80% പരിപാടി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി സിലബസ് വൈസ് ആണെങ്കിലോ, നമുക്ക് ഇലക്ട്രീഷ്യൻ KSFDC, അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ ആണെങ്കിലും സിലബസ് തന്നിരിക്കുന്നത് എന്താണ്, ഇതാണ് സിലബസ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക. സിലബസിൽ ഓരോ ഡീറ്റെയിൽ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ഇതിന്റെ സിലബസിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ എത്രത്തോളം പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ സ്റ്റഡി പ്ലാനിലാണെങ്കിലും അതുപോലെ തന്നെ കോഴ്സ് പ്ലാനിലാണെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ആ ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒപ്പം അതിനനുസരിച്ചുള്ള അതിന് റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡ് കൂടുള്ളൂ. കാരണം ഞാൻ കട്ട് ഓഫ് അല്ലെങ്കിൽ ഒരു മാക്സിമം നിങ്ങൾ ഫസ്റ്റ് അഡ്വൈസിൽ ജോലി കിട്ടണം, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറി കൂടിയാൽ മാത്രം പോരാ, മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ പോകാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. അതിന് എത്ര മാർക്ക് വേണ്ടി വരും എന്നെല്ലാം ഞാൻ ഇവിടെ പറയുന്നുണ്ടാവും. ഇനി അടുത്തത് നോക്കാം, അതായത് ഇലക്ട്രിക്കൽ ഹെൽപ്പർ, ലൈൻമാൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്, ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, AC ആൻഡ് എർത്തിങ്, DC മെഷീൻസ്, AC മോട്ടോഴ്സ്, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്, പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ. ഇവിടെ ഉള്ളതിൽ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സോ പവർ ഇലക്ട്രോണിക്സോ ഒന്നും കാര്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അഗെയിൻ നിങ്ങൾ ഇതിന് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് ഇതെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. കാരണം നിങ്ങൾ നോക്കി, ഈ ഒരു എക്സാമിനാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിന്ന് ഒരു ബേസിക് ഇലക്ട്രിസിറ്റിന്ന് നമുക്ക് 10 മാർക്ക് ഉണ്ട്, ഓംസ് ലോ എന്ന് 10 മാർക്ക് ഉണ്ട്, മാഗ്നറ്റിസത്തിന് 10 മാർക്ക് ഉണ്ട്. ഇവിടെയാണെങ്കിൽ അതെല്ലാം കൂടി ഈ 2 മോഡ്യൂൾസിൽ വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എക്സാംസിന്, ഇത് മാത്രമല്ല ഓപ്പറേറ്ററിനാണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് കോമൺ സിലബസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് ചിട്ടയായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാംസിനെല്ലാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റും. ആ ഒരു കാര്യം കൂടെ ഓർക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ എപ്പോഴും ഒരു നിമി ലെവലിന്റെ കൂടെ തന്നെ ഒരു കുറച്ച് അഡ്വാൻസ് ലെവലും കൂടി പഠിക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കേരള PSCയിൽ പലതും വരുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഫസ്റ്റ് 2 മോഡ്യൂളിൽ നിന്നൊക്കെ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്, മെഷീൻസിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിലും അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസിലും അതിന്റെ എക്സ്പ്ലനേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ആ സമയമൊന്നും നിങ്ങൾ വേസ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ആ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചിട്ട് പോവുക. ഇനി നമ്മൾ ഇതിൽ നിന്ന് തന്നെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ ക്ലാസ്സും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു സബ്ജക്റ്റിൽ നിന്നാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. ബേസിക് ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, മാഗ്നറ്റിസം ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, പവർ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ്
ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ടെസ്റ്റ് സീരീസിൽ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഡേ 1 മുതൽ ഇനി നമുക്ക് ഏകദേശം 70-75 ദിവസമാണുള്ളത്. ഏകദേശം കറക്റ്റ് നോക്കുകയാണെങ്കിൽ 77 ദിവസമുണ്ട്, അല്ലെങ്കിൽ 75 ദിവസം റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ പോലും അത്രയും ദിവസവും നിങ്ങൾ ടെസ്റ്റുകൾ എഴുതാൻ ശ്രമിക്കുക. 100ഓളം ടെസ്റ്റുകൾ നമ്മൾ നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എഴുതിയിട്ട് പോവുകയാണെങ്കിൽ തന്നെ അത്രയും അധികം ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, അത്രയധികം എക്സ്പ്ലനേഷൻസ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. മാത്രമല്ല നിങ്ങളുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനും ആക്യുറസി ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാതെ തിയറി മാത്രം വായിച്ചിട്ട് പോരുത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അതായത് ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് സ്പീഡോ ആക്യുറസിയോ കിട്ടില്ല. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോവുക. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. എപ്പോഴും പറയാറുള്ള ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പോവുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, ആപ്ലിക്കേഷൻ ടൈപ്പ്, കോൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഇപ്പോൾ IT ലെവൽ എക്സാംസിന് എല്ലാത്തിനും വരാറുണ്ട്. ഡിപ്ലോമ ലെവൽ എക്സാംസിനും അങ്ങനെ തന്നെയാണ്. ഡിഗ്രി ലെവൽ എക്സാംസിന്റെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇത് കഴിഞ്ഞൊരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ക്വസ്റ്റ്യൻ അനാലിസിസിന്റെ ബുക്ക്ലെറ്റുകൾ നമ്മൾ ടെലഗ്രാമിലും നമ്മുടെ കോഴ്സിലും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ്, ഏത് ലെവലിലാണ്, എത്ര ഡെപ്തിലാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ചെക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഏകദേശം 77 ഡേയ്സ് ഉണ്ട്. 75 ഡേയ്സ് അപ്രോക്സിമേറ്റ് ഇടുക. അത്രയും ദിവസം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, റിവിഷൻ നടത്തുക. ഈ 75 ദിവസവും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഒരു എക്സാം എഴുതിയിരിക്കണം, അതുപോലെ തന്നെ റിവിഷൻ നടത്തിയിരിക്കണം. വെറുതെ പഠിച്ച് പോയിട്ട് അവസാനം ഞാൻ എക്സാം എഴുതാം, അവസാനം ഞാൻ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല, പഠിച്ചതും കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ 75 ദിവസം ഉണ്ടെങ്കിൽ ഈ 75 ദിവസവും നിങ്ങൾ പരീക്ഷ എഴുതിയിരിക്കണം, 75 ദിവസവും നിങ്ങൾ റിവിഷൻ നടത്തിയിരിക്കണം. ഞാൻ പറഞ്ഞു ഗീവ് ഇമ്പോർട്ടൻസ് ടു ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡും ആക്യുറസിയും എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. 80+ മാർക്ക് നിങ്ങളുടെ IT ലെവൽ, ഡിപ്ലോമ ലെവൽ എക്സാമിന് എയിം ചെയ്യുക. ഡിപ്ലോമ ലെവൽ എക്സാമിന് അത്രയും പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ IT ലെവൽ എക്സാമിന് 80+ സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് അഡ്വൈസിൽ കയറിയിരിക്കും. 80+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെങ്കിൽ അത്രയധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അത്രയധികം വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിരിക്കണം. ആ കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. അതിന് ടെസ്റ്റ് സീരീസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തന്നെ നമ്മുടെ ക്ലാസ്സിൽ 100+ എക്സാംസ് കൊടുത്തിട്ടുണ്ട്. വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ സബ്ജക്ട് ടെസ്റ്റ്, പാർട്ട് ടെസ്റ്റ്, PYQ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. PYQ ടെസ്റ്റിലാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസറും എക്സ്പ്ലനേഷൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് PYQ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ എക്സാംസിനും നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം അറ്റംപ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് നോക്കി പോവുക. ഈ മോക്ക് ടെസ്റ്റിന്റെ പ്രാക്ടീസിന്റെ മാർക്ക് അല്ല നിങ്ങൾ നോക്കേണ്ടത്, അതിൽ നിന്ന് എത്ര പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും നിങ്ങളുടെ പ്രാക്ടീസ് എന്നുള്ളത് ഈ 75 ദിവസവും നിങ്ങൾ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ലാത്തൊരു കാര്യമായിട്ട് തന്നെ കരുതുക. ഈ 75 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന 2 എക്സാംസിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രാക്ടീസും ഈ പറയുന്ന റിവിഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇത് സ്കോർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തായാലും ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഉറപ്പിക്കേണ്ടത് ഇനി നമുക്ക് 75 ദിവസമാണുള്ളത്, അത് ധാരാളം മതി ഇത്രയും പഠിക്കാനായിട്ട്. എന്നാൽ എൻ്റെ എയിം എന്ന് പറയുന്നത് 80+ മാർക്സ് ആയിരിക്കണം. അതിൽ കുറഞ്ഞ ഒന്നും തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യരുത്. 80+ൽ കൂടുതൽ കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്കോർ അക്കാഡമിയുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 2 ബാച്ചസ്, നമുക്ക് ലോങ് ടേം ഡിപ്ലോമ ബാച്ചസും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ITA 365 ബാച്ചും ഉണ്ട്, 75 ഡേ ക്രാഷ് കോഴ്സും ഉണ്ട്. നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് താല്പര്യമുള്ള ബാച്ച് ഏതാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ എക്സാം മാത്രമല്ല ഇനി വരാൻ പോകുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് എക്സാമിന് ഐഡിയൽ ആയിട്ടുള്ള ബാച്ച് ആണെന്ന് ഓഫീസ് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ മൊഡ്യൂൾ വൈസ് നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ KSFDCയുടെ എക്സ്ട്രാ ടോപ്പിക്സ്, സിലബസ് ആഡ് ഓൺസ് നമ്മൾ സെപ്പറേറ്റ് ഒരു ഫോൾഡർ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഓവറോൾ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ITA 365 ബാച്ച് ആണെങ്കിലും ഡിപ്ലോമ ലെവൽ ബാച്ച് ആണെങ്കിലും നമ്മൾ ക്ലാസ് വീഡിയോസിന്റെ കൂടെ തന്നെ നമ്മൾ ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ ITA റിവിഷൻ മാരത്തോണും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. സ്കോർ ഡെയിലി ക്വിസസ് നിങ്ങൾക്ക് അറിയാം. അതിൽ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റൻസ് നമ്മുടെ സ്കോർ സ്റ്റഡി ക്വിസിൽ അവൈലബിൾ ആയിരിക്കും. ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ആപ്പ് വ്യൂ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സും ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 100ഓളം 100+ ടെസ്റ്റുകൾ നമ്മൾ ടോപ്പിക് ടെസ്റ്റ് ആയിട്ടും സബ്ജക്ട് ടെസ്റ്റ് ആയിട്ടും പാർട്ട് ടെസ്റ്റ് ആയിട്ടും മോക്ക് ടെസ്റ്റ് ആയിട്ടും മോക്ക് ടെസ്റ്റിൽ തന്നെ നമ്മുടെ PYQ ടെസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. ഇതിൽ നമ്മൾ ക്ലാസ് ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും വ്യക്തമായിട്ടുള്ള ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷെഡ്യൂൾ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ പ്രാക്ടീസും ഒക്കെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 75 ദിവസമാണുള്ളത്. 80+ മാർക്സ് ആയിരിക്കണം നിങ്ങളുടെ മിനിമം എയിം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ എത്ര പറ്റുമോ അത്രയും നല്ലത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക.
ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം ഈ എക്സാംസിന് വേണ്ടി മാത്രമല്ല, വരാൻ പോകുന്ന എക്സാംസിനും, ഓപ്പറേറ്റർ ആയിക്കോട്ടെ, ഇനി സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, അവിടെയൊക്കെ നിങ്ങളുടെ പകുതി കൂടുതൽ ജോലി എന്ത് ചെയ്തു, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജൂൺ 9, ജൂൺ 10 ഈ 2 ഡേറ്റ്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. വീണ്ടും അപ്ഡേറ്റ്സുമായിട്ടും ക്ലാസ്സുകളുമായിട്ടും കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.